നമസ്കാരം. കൊച്ചി നഗരത്തിലെ ഹിന്ദു ജനസംഖ്യ ഏകദേശം 44%. ക്രിസ്ത്യൻ ജനസംഖ്യ ഏതാണ്ട് 38%. മുസ്ലിം ജനസംഖ്യ ഏതാണ്ട് 17%. കുറച്ചു കാലം മുമ്പ് നടന്ന സെൻസസിൽ ഏറ്റവും അവസാനത്തെ സെൻസസ് പ്രകാരമുള്ള ഒരു കണക്കാണിത്. അതായത് 38% ജനസംഖ്യ ആയപ്പോഴേക്കും, അതായത് മൊത്തം ജനസംഖ്യയുടെ 2ാം സ്ഥാനത്ത് വന്നപ്പോഴേക്കും കൊച്ചി ക്രിസ്ത്യൻ നഗരമായി മാറുകയാണ്. അതായത് ക്രിസ്ത്യൻ നഗരത്തിൽ ക്രിസ്ത്യൻ മേയർ മാത്രമേ പാടുള്ളൂ എന്ന ഒരു രാഷ്ട്രീയ സമവാക്യം അവിടെ രൂപപ്പെട്ടിരിക്കുന്നു. മതേതര കേരളം എന്നൊക്കെയാണ് പേര്. ഉത്തരേന്ത്യയിലാണ് ജാതിയും മതവും ഒക്കെ ഉള്ളത്. കേരളത്തിൽ അതൊന്നുമില്ല. ഇവിടെ മതേതരത്വം പൂത്തുലയുകയാണ്. ഇത് കേരളമാണ് എന്നൊക്കെ പറയുന്നവരാണ് ഈ പറയുന്ന 38% ജനസംഖ്യ വർദ്ധിച്ചപ്പോഴേക്കും, അല്ലെങ്കിൽ 38%ത്തിലേക്ക് ജനസംഖ്യ എത്തിച്ചപ്പോഴേക്കും ഞങ്ങളുടെ നഗരം ക്രിസ്ത്യൻ നഗരമാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. RSS ഇവിടെ ഹിന്ദു രാഷ്ട്രമുണ്ടാക്കാൻ പോകുന്നു എന്ന് വല്ലാതെ വേവലാതിപ്പെടുന്ന ആളുകളാണ് ഈ പറയുന്ന ക്രിസ്ത്യൻ നഗരത്തെ അംഗീകരിച്ചു കൊടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ദീപ്തി മേരി വർഗീസിനെ ഒരു മുഖമായി മേയർ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുകയും തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയതിന് ശേഷം ദീപ്തി പറ്റില്ല എന്ന ഒരു നിലപാട് മതപരമായ കാരണങ്ങൾ കൊണ്ടെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു എറണാകുളത്തെ അല്ലെങ്കിൽ കൊച്ചി നഗരസഭയുടെ അല്ലെങ്കിൽ കൊച്ചിൻ കോർപ്പറേഷനിലെ കോൺഗ്രസിൻ്റെ ഒരു നിലപാട്. എന്താണ് ഈ നിലപാടിന് പിന്നിൽ? കോൺഗ്രസിൻ്റെ ദീപ്തി മേരി വർഗീസ് എന്താ ക്രിസ്ത്യാനിയല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കേരളത്തിൻ്റെ അല്ലെങ്കിൽ കേരളീയരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആകെ സംശയാലുക്കളാണ്. മതം പറയുന്നു, അല്ലെങ്കിൽ സഭ തങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് അവിടേക്ക് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി തന്നെ വേണം എന്ന് പറയുമ്പോഴും ദീപ്തി മേരി വർഗീസ് എന്താ ക്രിസ്ത്യാനി അല്ലേ എന്ന ചോദ്യം പലരുടെയും മനസ്സിലുണ്ടാകും. തീർച്ചയായും അവർ ക്രിസ്ത്യാനിയാണ്. പക്ഷേ അവർ വിവാഹം കഴിച്ചത് ഒരു ഹിന്ദുവിനെയാണ് എന്നുള്ളത് കൊണ്ടാണോ കോൺഗ്രസ് ഈ ദീപ്തി മേരി വർഗീസിനെ മാറ്റി നിർത്തിയത് എന്ന് ഇപ്പോൾ ജനം സ്വാഭാവികമായും സംശയിക്കാം. ഇപ്പോൾ പകരമെത്തിയിരിക്കുന്ന VK മിനിമോൾ, അവർ ഒരു ഈഴവ കുടുംബത്തിൽ ജനിച്ച വനിതയാണ്. പക്ഷേ അവർ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയാണ്. അതുകൊണ്ട് തന്നെ മതത്തിനകത്തേക്ക് വരുന്നവരെ പരമാവധി സ്വാഗതം ചെയ്യുക, മതത്തിന് പുറത്തേക്ക് പോകുന്നവരെ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുക. അതാണോ കോൺഗ്രസിൻ്റെ നയം കൊച്ചിൻ കോർപ്പറേഷനിൽ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും ഈ നടപടിക്രമങ്ങളെക്കുറിച്ച് മാത്യു കുഴൽനാടൻ, അതുപോലെ തന്നെ അജയ് തറയിൽ, ഇങ്ങനെയുള്ള പലരും പ്രതിഷേധം ഉന്നയിക്കുന്നുണ്ട്. KC വേണുഗോപാലും VD സതീശനും ഒക്കെ തമ്മിലുള്ള പോരാണോ, അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് 2 വിഭാഗമാണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി അവിടെ മതമാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ മതമെടുക്കുമ്പോഴും അതിൽ പ്യൂർ ഏതാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് ഈ കൊച്ചിൻ കോർപ്പറേഷനിലെ മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ മേയർ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ പരിഗണിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്ന വളരെ അതിശയകരമായ കാര്യം. നമ്മളാണ് ഇവിടെ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കുന്നതിനെതിരെ ഘോരഘോരം നിലവിളിക്കുന്നത്. മതരാഷ്ട്രമാണ് ഹിന്ദു രാഷ്ട്രം എന്നാണ്. ഹിന്ദുക്കൾ ഭൂരിപക്ഷമായ പ്രദേശങ്ങളിലൊന്നും തന്നെ ഒരു ഹിന്ദു തന്നെ മേയറായി വരണം എന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആരും പരസ്യമായി പറഞ്ഞു കേൾക്കുന്നില്ല. സ്വാഭാവികമായി വരുന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ നടക്കുന്നുള്ളൂ. ഹിന്ദു ഭൂരിപക്ഷമായ മേഖലകളിൽ, കൊച്ചിൻ കോർപ്പറേഷനിൽ പോലും ഹിന്ദു ഭൂരിപക്ഷമാണ് എന്നുള്ളതാണ് വസ്തുത. പക്ഷേ 38% ആയപ്പോഴേക്കും ഒരു സംഘടിത മതവിഭാഗത്തിന് അങ്ങനെ ഒരു വോട്ടിംഗ് പവർ വരുന്നു. ആ വോട്ടിംഗ് പവർ വിഘടിച്ചു നിൽക്കുന്ന ഭൂരിപക്ഷമായ ഹിന്ദുവിന് ഇല്ലാതെ പോകുന്നു. ഇതൊക്കെയാണ് കൊച്ചിയിൽ നിന്നും നമുക്ക് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നത്. മതേതര കേരളം എന്ന് നാം വിളിക്കുന്ന ഒരു തിരശീലയിൽ, ഒരു അശ്ലീലമായ തിരശീലയിൽ കാണുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞു വയ്ക്കേണ്ടി വരും. നമ്മളെപ്പോഴാണ് മതേതരരായത്, നമ്മളെപ്പോഴാണ് സാംസ്കാരിക കേരളീയരായത്, നമ്മളെപ്പോഴാണ് 100% സാക്ഷരത കൈവരിച്ചത് എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉയർന്നു വരുന്ന കാലഘട്ടം കൂടിയാണിത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.